ഫ്രഞ്ച് പ്രതീക്ഷകളെല്ലാം അയാളിലാണ്. കിലിയൻ എംബാപ്പെ എന്ന വൻമരത്തിന്റെ തണലിലാണ് ഫ്രാൻസ് മറ്റൊരു ലോകകപ്പ് കൂടി സ്വപ്നം കാണുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഗോൾ എണ്ണത്തിൽ മുന്നിലെത്താനുള്ള കുതിപ്പിലാണ് എംബാപ്പെ. ക്വാർട്ടർ പോരിൽ മൊറോക്കോ ഇന്ന് ഏറ്റവും ഭയക്കേണ്ടതും എംബാപ്പയെ തന്നെയാണ്. 8 കൊല്ലം മുൻപ് റഷ്യയിൽ കണ്ടൊരു 19-കാരൻ കണ്ണിൽ പതിയാൻ പോലും ഇടം നൽകാതെ പന്തുമായി നടത്തിയ പാച്ചിൽ കളിയാരാധകരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അവിടെ നിന്നാകെയുണ്ടായ മാറ്റം പ്രായത്തിനു മാത്രമാണ്. പിന്നാലെ ഓടിപ്പിടിക്കാനായി പലരും പല കുപ്പായമണിഞ്ഞെത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. റഷ്യയിലേത് സാമ്പിൾ മാത്രമായിരുന്നു. ഖത്തറിൽ ലുസൈലിലെ അന്തിമ വിധി ദിനത്തിൽ മെസ്സിപ്പടയുടെ ചോരയും നീരും ഉൾപ്പെടെ സകലതും അവൻ ഊറ്റിയെടുത്തു. തോൽവിയിലും ജേതാവായി. തുടർച്ചയായ 3-ാം തവണയും കലാശപ്പോരിന്റെ ഒരു വശത്ത് ഫ്രഞ്ച് കപ്പൽ നങ്കൂരമിടുമെന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ ആണയിട്ട് ആവർത്തിക്കുന്നു. കാരണം അവനാണ് കിലിയൻ എംബാപ്പെ. മൂന്ന് ലോകകപ്പിനിടയിൽ സാധ്യമായതൊക്കെ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. റഷ്യയിൽ 4-ഉം ഖത്തറിൽ 8-ഉം, ഇവിടെ ഇപ്പോൾ ഇതുവരെ 7 ഗോളുകൾ. ആകെ 19 എണ്ണം. ഒന്നാമതുള്ള മെസ്സിയേക്കാൾ 2 എണ്ണം മാത്രം കുറവ്. ഈ ലോകകപ്പിൽ ഇരുവരും തമ്മിലുള്ളത് 1 ഗോൾ അകലവും. ഒറ്റക്കളി കൊണ്ട് പിടിച്ചടക്കാനാവുന്ന ദൂരത്തിലാണ് ഇവയെല്ലാം. എല്ലാത്തിനുമപ്പുറം ടീമിന് തന്നെ എങ്ങനെയാണോ ആവശ്യം അത്തരത്തിൽ പരുവപ്പെടാൻ എംബാപ്പെ തയ്യാറായിരിക്കുന്നു. പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ചു കയറുന്നവൻ ഇപ്പോൾ സഹതാരങ്ങളിൽ ഒരു കണ്ണുവെക്കാറുണ്ട്. ഗോൾ അടിക്കാനും അടുപ്പിക്കാനും കഴിയുന്ന എംബാപ്പയെ തളയ്ക്കുക ഏറെക്കുറെ അസാധ്യം. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ ആദ്യ മിനിറ്റ് മുതൽ എല്ലാവരും തേടുന്നത് അവനെയായിരിക്കും. 1 ഇഞ്ചിടം അധികം നൽകിയാൽ മൊറോക്കോയ്ക്ക് മടക്ക ടിക്കറ്റ് എടുക്കാം. എംബാപ്പയ്ക്ക് മാത്രമായി ഒരു പദ്ധതി എന്തായാലും അവർ കരുതി വച്ചിട്ടുണ്ടാകും. ആ പൂട്ടും പൊളിച്ചു പായാനുള്ള വഴികൾ അവൻ്റെ ഉള്ളിലുമുണ്ടാകും. അന്തിമ വിജയമാർക്കെന്ന് മൈതാനത്ത് തീർപ്പ് കൽപ്പിക്കപ്പെടട്ടെ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.